കുട്ടികളുടെ സ്കൂളൊക്കെ തുറന്നിരിക്കുകയാണല്ലോ ഇപ്പോ. അപ്പൊ നമുക്ക് അതായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സെന്റൻസുകൾ നോക്കിയാലോ. അവൾ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്? അവൾ എപ്പോഴാണ് സ്കൂളിൽ നിന്നും തിരികെ വരുന്നത്? അപ്പൊ ഈ രണ്ട് ചോദ്യവും നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ആക്കുന്നത് നോക്കാം. ആദ്യത്തേത്, അവൾ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്? അതായത് പതിവായി അവൾ എങ്ങനെയാണ് സ്കൂളിൽ പോകാറ് എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യത്തെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ സെന്റൻസ് കിടക്കുന്ന ഏത് ടെൻസിലാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഓക്കെ. അപ്പോ അവൾ എങ്ങനെയാണ് സ്കൂളിൽ പോകുന്നത്? ഹൗ ഡസ് സിംഗുലർ ആയതുകൊണ്ട് സബ്ജക്റ്റ് നമ്മൾ ഡസ് ഇട്ട് കൊടുക്കുന്നു. ഹൗ ഡസ് ഷീ ഗോ ടു സ്കൂൾ? ഹൗ ഡസ് ഷീ ഗോ ടു സ്കൂൾ? അവൾ എങ്ങനെയാണ് സ്കൂളിൽ പോകാറ്? അങ്ങനെ നമുക്ക് ചോദിക്കാം. സെക്കൻഡ് വൺ, അവൾ എപ്പോഴാണ് സ്കൂളിൽ നിന്നും തിരികെ വരുന്നത്? തിരിച്ചു വരുന്ന എപ്പോഴാണ്? അതായത് എപ്പോഴും എത്ര മണിക്കാണ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ അതെങ്ങനെ ചോദിക്കാം? അവൾ എപ്പോഴാണ്? അപ്പോ വെൻ. ഹൗ മാറി നമ്മളിവിടെ എന്ത് ഉപയോഗിക്കുന്നു? വെൻ ചേർക്കുന്നു. വെൻ ഡസ് ഷീ തിരിച്ചു വരിക? അതിനെങ്ങനെയാ നമ്മൾ പറയാ? കം ബാക്ക്. വെൻ ഡസ് ഷീ കം ബാക്ക് ഫ്രം സ്കൂൾ? When does she come back from school? ഇനി നമുക്ക് അടുത്ത രണ്ട് സെന്റൻസുകൾ നോക്കിയാലോ. അവൾ ഹോംവർക്ക് ചെയ്യാറുണ്ടോ? അവൾ ക്ലാസ്സിൽ പോകാറുണ്ടോ? ഇത് രണ്ടും കിടക്കുന്നതും നേരത്തെ പോലെ തന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. അപ്പൊ ഇവിടുത്തെ എല്ലാത്തിന്റെയും സബ്ജക്റ്റ് വരുന്നത് എന്താണ്? അവളാണ്, സിംഗുലർ ആണ് അല്ലെ. അപ്പൊ അവൾ ഹോംവർക്ക് ചെയ്യാറുണ്ടോ? ഡാസ് ഷീ ഡു ഹർ homework? Does she do her homework? അവൾ ക്ലാസ്സിൽ പോകാറുണ്ടോ? പതിവായി അവൾ ചെയ്യാറുണ്ട് ഈ കാര്യങ്ങളൊക്കെ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. സെയിം തന്നെ. Does she go to class? എല്ലാ ദിവസവും ക്ലാസ്സിൽ പോകാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എവറി ഡേയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. താങ്ക് യു.